ഈ വേദിയെ ധന്യമാക്കുന്ന ഏറ്റവും വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ, ഏറ്റവും ആദരണീയനായ MLA, അതുപോലെ സിൽവാനിയോസ് തിരുമേനി, ബഹുമാന്യനായ പാള ഇമാം, പീതാംബർ ഗ്രൂപ്പ് സാറ്, അതുപോലെ ശ്രീ രാജ്മോഹൻ, നമ്മുടെ ആശ്രമത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ ശ്രീ ശാസ്ത്രമംഗലം മോഹൻ, മണക്കാട് രാമേന്ദ്രൻ, പാളയം രാജൻ, ശ്രീ എബ്രഹാം തോമസ്, ജനനിമാർ, ഇവിടെ എത്തിയിരിക്കുന്ന സന്യാസിനിമാർ, യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എല്ലാവരും തന്നെ തിരിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സുദീർഘമായിട്ടൊരു സംഭാഷണത്തിനല്ല ഇവിടെ നിൽക്കുന്നത്. നേരത്തെ ബഹുമാന്യനായ കുമാർ സാർ പറഞ്ഞു ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം. ഈ യാത്രയിലെ ആദ്യത്തെ ഔപചാരികമായ ഒരു കാര്യമാണ് ഇവിടെ ഈ പരിപാടി. യാത്രയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തെയും ഈ മലയാളത്തെയും അറിയിക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഞങ്ങൾ ഇതിലൂടെ നടത്തുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഗുരുവിന്റെ സ്നേഹത്തിന്റെ ഹൃദയപഥങ്ങളിലൂടെ ഗുരുവിനെ കണ്ട ശിഷ്യന്മാരായ ആളുകൾ, ഗുരുവിനെ അറിഞ്ഞ സന്യാസിനിമാർ, ബ്രഹ്മചാരിണികൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഈ യാത്ര, അത് കേരളത്തിന്റെ ആത്മീയതയിലേക്ക് തുന്നിച്ചേർത്ത ഒരു പീതവസ്ത്രത്തിന്റെ ജ്വലിക്കുന്ന ഏടാണ്. ഒരുപക്ഷെ ഈ കേരളത്തിൽ ഇതുപോലൊരു യാത്ര ഇതം പ്രഥമമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ സന്യാസി സഭ, അതും ജാതിമത വർണ്ണവർഗ ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹം പഠിപ്പിച്ച ഒരു മഹാനായ ഗുരുവിന്റെ സ്വന്തം ത്യാഗം കൊണ്ട്, സ്വന്തം കണ്ണുനീരുകൊണ്ട്, സ്വന്തം വേദന കൊണ്ട്, സ്വന്തം കഷ്ടപ്പാടുകൊണ്ട് ഒരു തരത്തിലുള്ള നാട്യങ്ങളുമില്ലാതെ, ആത്മീയത എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് പ്രകടനങ്ങളുടേതാണ്. ആരാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത് എന്ന് പറയുന്നവർക്ക് വേണ്ടി അജണ്ടകൾ നിശ്ചയിക്കുന്ന ഇന്നത്തെ ആത്മീയ ലോകത്ത് സ്വന്തം ഒരു പടം പോലും കൊടുക്കാതെ, ഒരു ഫോട്ടോ പോലും കൊടുക്കാതെ ഈ കേരളത്തിന്റെ ആത്മീയ സമൂഹത്തെ ഒന്നടങ്കം പ്രചോദിപ്പിച്ച മഹാനായ ഗുരു, വിവരിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. ഹൃദയം മുറിഞ്ഞു പോകുന്ന വേദനയിലും കടലുകൾക്കപ്പുറമുള്ള മനുഷ്യരുടെ നോവുകൾ പോലും സ്വന്തം മനോവേദനയാക്കിയ ഒരു മഹാഗുരു. ഒരുപക്ഷെ ഈ കേരളം ഗുരുവിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പിൻബലത്തിലല്ല ഗുരു തന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കേരളം ആ തരത്തിൽ ഗുരുവിന് പ്രാധാന്യം കൊടുക്കാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കേരളത്തിന്റെ ആത്മീയ സമൂഹത്തെ ഇത്ര ആഴത്തിൽ, ഇപ്പോ നമുക്കറിയാം മഹാനായ ശ്രീനാരായണ ഗുരു, ഞങ്ങൾ മിനിഞ്ഞാന്ന് ശിവഗിരിയിലെത്തി. നീണ്ട 17 വർഷക്കാലം ശിവഗിരിയിൽ പാചകക്കാരനായി, ശാന്തിക്കാരനായി, അവിടുത്തെ ഏറ്റവും എളിയമായ ജോലികൾ ചെയ്ത് ജീവിച്ച ഒരാളായിരുന്നു ശ്രീ കരുണാകര ഗുരു. ഗുരു തപം ചെയ്ത ശിവഗിരിയിലെ ഇടങ്ങളിൽ, ഗുരു പൂജ ചെയ്ത ശിവഗിരിയിലെ ഇടങ്ങളിൽ
ഗുരു പാചകം ചെയ്ത പാചകപ്പുരകളിൽ, ഗുരു നടന്ന വഴികളിൽ ഒക്കെ ഞങ്ങൾ പോവുകയുണ്ടായി. അദ്വൈതാശ്രമത്തിൽ പോവുകയുണ്ടായി, ശിവഗിരിയുടെ ശാഖയായി. അവിടെയാണ് ആദ്യമായി ഗുരു സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആത്മീയതയുടെ വഴി തേടി അവിടെ ചെന്നത്. അന്ന് ഏതാണ്ട് 1940-കളിലുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. താൻ ജനിക്കുന്ന സമയത്ത് തന്നെ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയംഗമമായ ഒരു ദൈവരൂപം പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അതെന്താണെന്ന് ഗുരുവിന് മനസ്സിലായില്ല. തനിക്ക് 1-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. ഒരു അച്ഛനെ നഷ്ടപ്പെട്ട മകന്റെ ദുഃഖം അച്ഛനെ കാണുവാൻ ഗുരുവിന് സാധിച്ചില്ല. അമ്മയെ പോറ്റുവാനായി പിന്നീടുള്ള സമയത്ത് അമ്മയെ 2ാമത് കല്യാണം കഴിച്ചെങ്കിൽ തന്നെയും 2ാം അച്ഛൻ അത്ര നല്ല ജീവിതം നയിച്ച ഒരാളല്ല, മുഴുക്കുടിയൻ ആയിരുന്നു. അപ്പൊ ആ തരത്തിൽ ഒരു 2ാം അച്ഛനിൽ നിന്നുള്ള സ്നേഹരാഹിത്യം, അങ്ങനെ ഒരു അനാഥത്വം പേറിയാണ്, ആ കയ്പുനീർ കുടിച്ചാണ്, ആ കണ്ണുനീർ ജീവിതത്തിൽ ഉടനീളം പാനം ചെയ്താണ് ഗുരു ബാല്യകാലത്തിൽ ജീവിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ശിവഗിരിയിലേക്ക്. ആലുവ അദ്വൈതാശ്രമത്തിൽ ആദ്യമായി തനിക്ക് 13 വയസ്സ് ഉള്ള സമയത്ത് ചെന്ന സമയത്ത് അന്ന് ശിവഗിരിയുടെ മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടാണ് തനിക്കൊരു ആശ്രമത്തിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം ഗുരു പ്രകടിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം ഗുരുവിനെ ആ ആശ്രമത്തിൽ നിർത്തുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ പരിചാരകനായിട്ടാണ്, അദ്ദേഹത്തിന്റെ സഹായിയായിട്ടാണ് ഗുരു അവിടെ പ്രവർത്തിച്ചത്. 2-3 വർഷം അവിടെ പ്രവർത്തിച്ചതിന് ശേഷം പിന്നീട് കേന്ദ്ര ആശ്രമമായ ശിവഗിരിയിലേക്ക് മാറ്റപ്പെട്ടു. 17 വർഷക്കാലം ചിലവിന് സ്വന്തം പേരിൽ ഒരു വൗച്ചർ പോലും എഴുതാതെ ആ പ്രസ്ഥാനത്തെ നിസ്വാർത്ഥമായി സ്നേഹിച്ച ഒരു മനുഷ്യ സ്നേഹി. അവിടെ നിന്ന കാലം ആർക്കും മറക്കുവാൻ സാധിക്കുന്ന കാലമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകൾ പല നിലകളിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ തന്നെയും തികഞ്ഞ മനുഷ്യ സ്നേഹം കൊണ്ട് ആത്മീയതയുടെ ഉദാത്തമായ കാര്യങ്ങൾ ലോകത്ത് വിരചിതമാക്കിയ ആ പുണ്യപുരുഷൻ തന്റെ ആയുസ്സും വപുസും തന്റെ യൗവനവുമൊക്കെ ശിവഗിരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി ഹോമിച്ചു. അവസാനം വെറും കൈയോടെ ഒരു ഉടുതുണി മാത്രമായിട്ട്, ഒരു മുണ്ട് മാത്രമായി അവിടം വിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശ്രീ വർക്കല രാധാകൃഷ്ണൻ MP, അദ്ദേഹം ഗുരുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ശിവഗിരിയിൽ നിന്ന് ഇറങ്ങി നേരെ അദ്ദേഹത്തിന്റെ വക്കീൽ ഓഫീസിൽ പോയി കിടന്നു. അവിടെ അദ്ദേഹം കൊടുത്ത ഒരു ബെഞ്ചിൽ തന്റെ ജീവിതം പിന്നീട് പുലർത്തി. സ്നേഹധനനായ മറ്റൊരു വ്യക്തി, ഗംഗാധരൻ മുതലാളി എന്ന ആൾ, അദ്ദേഹം പറഞ്ഞു, ശാന്തി, അങ്ങ് ഇവിടെ ഇരിക്കേണ്ട ആളല്ല, അങ്ങ് ഈ ഒരു വക്കീൽ ഓഫീസിലെ ഒരു തടി ബെഞ്ചിൽ കിടന്ന് ജീവിതം പുലർത്തേണ്ട ആളല്ല, അങ്ങാരാണെന്ന് എനിക്കറിയാം. അതാ കുന്ന് കണ്ടില്ലേ, ശിവഗിരിയുടെ വടക്കേ കുന്ന്, അതെന്റെ വകയാണ്, ശാന്തി അവിടെ പോയിരിക്കുക. അങ്ങനെ ആ സ്നേഹധനൻ കൊടുത്ത ഒരു 30 സെന്റ് ഭൂമിയിൽ ശാന്തി പോയിരുന്നു. അത് പിന്നെ ശാന്തിഗിരിയായി. അനേകായിരങ്ങളായ ആളുകളുടെ വേദനകളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും കഷ്ടപ്പാടുമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സാന്ത്വനം നൽകി, മുറിവേറ്റവരെ സുഖപ്പെടുത്തി, ജീവിതത്തിലേക്ക് തകർന്നുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന്, അങ്ങനെ മനുഷ്യരുടെ എല്ലാവരുടെയും വേദനകളെ മനസ്സിലാക്കിയ മഹാനുഭാവൻ 72 വർഷം ജീവിച്ചു. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, ഏറ്റവും തിരക്കുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഗുരു മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയുടേതാണ്, മതേതരത്വത്തിൻ്റെതാണ്. ആർഷഭാരതത്തിന്റെ തനതായ സംസ്കാരത്തെ സ്വജീവിതത്തിൽ സാംശീകരിച്ച് ജാതിരഹിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എല്ലാവരും പറയും ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിഭാഗികതയില്ല. പക്ഷേ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്
ജാതിരഹിതമായ കാര്യങ്ങൾ വിവാഹത്തിൽ പോലും നടക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിൽ മാത്രമാണ് എന്ന് ശാന്തിഗിരി ആശ്രമത്തിന്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും. ശാന്തിഗിരിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ജാതിയില്ലാതെ, മതമില്ലാതെ, സമൂഹത്തിൽ നിറങ്ങളില്ലാതെ വർണ്ണരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഗുരു മഹാനായ ഒ വി വിജയൻ നമ്മുടെ ഈ നാടിനെ പ്രചോദിപ്പിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു, അവിചാരിതമായി ഞാൻ പോത്തൻകോട് ശാന്തിഗിരിയിലെ കരുണാകര ഗുരുവിനെ കണ്ടു. അത് എന്റെ അറിവിന്റെ സൂക്ഷ്മതലങ്ങളിൽ എവിടെയോ പരിണാമങ്ങൾ ഉണ്ടാക്കി. ആ പരിണിതികളാണ് എന്റെ ഈ രചനയ്ക്ക് പിന്നിൽ. അദ്ദേഹം ധർമ്മപുരാണം ഗുരുവിന് സമർപ്പിച്ചു, ഗുരുസാഗരം ഗുരുവിന് സമർപ്പിച്ചു. ഒരു കാലത്തെ ചെറുപ്പക്കാരായ ആളുകളുടെ അസ്ഥികളെ, അവരുടെ രക്തത്തെ, മജ്ജയെ, അവരുടെ ചിന്തയെ തീപിടിപ്പിച്ച ആ മഹാനായ സാഹിത്യകാരൻ തന്റെ ജീവിതത്തിന്റെ സകല അറിവും ഒരു സമയത്ത് കരുണാകര ഗുരുവിന്റെ കാൽക്കൽ സമർപ്പിച്ചു. നമ്മുടെ രാജ്യം കണ്ട മലയാളിയായ പ്രസിഡന്റ് ശ്രീ KR നാരായണൻ, അദ്ദേഹത്തിന്റെ സഹോദരി ഒരു ദിവസം പ്രസിഡന്റ് രാഷ്ട്രപതി തന്റെ മുഗൾ ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് സഹോദരി ചെന്ന് തന്റെ സഹോദരനായ രാഷ്ട്രപതിയോട് പറഞ്ഞു, എല്ലാവരും ഉണ്ട് എനിക്ക്, പക്ഷേ ആരുമില്ല എന്നുള്ള തോന്നൽ. പറയുന്നത് മറ്റാരുമല്ല, ഇന്ത്യയിലെ പ്രഥമ പൗരന്റെ സഹോദരിയാണ്. എല്ലാവരും എനിക്കുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ആരുമില്ല എന്നുള്ള തോന്നൽ. അത്ര വലിയ ഒരു ഒറ്റപ്പെടൽ എന്നെ വലുതായിട്ട് ബാധിക്കുന്നു. നമുക്കുള്ളതെല്ലാം ഗുരുവിന് കൊടുക്കാം. രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹം ജനിച്ച ആ കുടുംബം ഗുരുവിന് സമർപ്പിച്ചു. അദ്ദേഹവുമായിട്ട് രാഷ്ട്രപതി KR നാരായണൻ സാറുമായിട്ട് ഏതാണ്ടൊരു 10 വർഷത്തെ ബന്ധം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം പ്രസിഡന്റായി കഴിഞ്ഞ് മാറിയതിനു ശേഷവും അദ്ദേഹം പ്രസിഡന്റായി ഇറങ്ങി ആദ്യത്തെ പൊതുസമ്മേളനം മുൻ രാഷ്ട്രപതിയുടെ പ്രസിഡന്റായി കഴിഞ്ഞിറങ്ങിയതിന്റെ പിറ്റേ ദിവസം ഡൽഹിയിലെ സിരി ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകുകയുണ്ടായി. അന്ന് രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ സാർ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതിലും വലിയ കാര്യമാണ് എന്റെ സഹോദരി ചെയ്തത്. അതുകൊണ്ടാണ് എന്റെ കുടുംബ വീട് ഗുരുവിന് സമർപ്പിച്ചത്. ഉഴവൂരിൽ വരുന്ന ശാന്തിഗിരിയുടെ ഗവേഷണ കേന്ദ്രം രാജ്യത്തിന്റെ അഭിമാനമായി മാറും. ഇവിടെ ഇരിക്കുന്ന ഈ പീതാംബരക്കുറുപ്പ് സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീമതി സോണിയാഗാന്ധി 2008 അവർ ആശ്രമത്തിൽ വന്ന സമയത്ത് പറയുകയുണ്ട്, ഈ കേരളം നമ്മുടെ രാജ്യത്തിന് നൽകിയ ഏറ്റവും കനപ്പെട്ട ആത്മീയ സംഭാവനയാണ് കരുണാകര ഗുരു. കഴിഞ്ഞിടെ 22 സഹോദരിമാരായ ബ്രഹ്മചാരിണികളായ ആളുകളെ സന്യാസത്തിലേക്ക് തിരഞ്ഞെടുത്തു. ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യമാണ്. കേരളത്തിൽ എവിടെയാണ്, ഏത് ആത്മീയ പ്രസ്ഥാനത്തിനാണ്, ഏത് സഭയ്ക്കാണ്, ആർക്കാണ് ഒരേ സമയം തന്നെ 22 ആളുകളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ സന്യാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? അന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഒരു കത്ത് ആശ്രമത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സ്ത്രീ ശാക്തീകരണത്തിന്റെ രാജ്യത്തെ ഏറ്റവും മഹാമാതൃകയാണ് ശാന്തിഗിരി ആശ്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നിശബ്ദമായി മറ്റുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് പോലെ ആ തരത്തിലുള്ള ബഹളങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രചരണ കോലാഹലങ്ങളോ ഒന്നുമില്ലാതെ, നമുക്കറിയാം ശാന്തിഗിരി ആശ്രമത്തിലെ ഇന്നത്തെ ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത എന്ന് നമ്മൾ എല്ലാവരും വിളിക്കും. ഒരു പടം പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇപ്പൊ ഗുരുവിന്റെ പടമില്ല, ശിഷ്യപൂജിതയുടെ പടമില്ല. അവസാനം ഇവരെ പോലെയുള്ള ഈ തിരുവനന്തപുരത്തെ ആളുകളൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാനൊക്കെ പൊതുധാരയിൽ വന്ന് പടമൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഗുരു നമ്മുടെ ഈ ആത്മീയ കേരളത്തിന് നൽകിയ സംഭാവനകൾ, ഇന്ന് ഈ സന്യാസി സഭയുടെ ഈ അവധൂത യാത്ര കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു. അതിന്റെ മുന്നിൽ നിന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സഭയുടെ നേതാവായ ബഹുമാന്യനായ സിൽവാനിയസ് തിരുമേനിയാണ്. പാള ഇമാമാണ്.
ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച ഒരു മഹാഗുരുവിന്റെ ആശയത്തെ ഹൃദയം കൊണ്ട് മറ്റ് സമൂഹത്തിലെ ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ഇരിക്കുന്ന കുമ്മനം രാജശേഖരൻ സാർ, അദ്ദേഹം എത്രയോ കാലങ്ങളായി ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ വന്ന് ഗുരുവിനെ കണ്ട് ഗുരുവിന്റെ അനുഗ്രഹ വർഷങ്ങൾ തേടിയ ആളാണ്. ഈ പൊതുസമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, പ്രപഞ്ചത്തിന് വേണ്ടി ഉറങ്ങാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരു മഹാഗുരുവായിരുന്നു നവജ്യോതി ശ്രീ കരുണാകര ഗുരു. ഞങ്ങൾ മിനിഞ്ഞാന്ന് കിടന്നുറങ്ങിയത് ഭീമാപ്പള്ളിയിലാണ്. ഭീമാപ്പള്ളിയിലെ ആ ഗ്രൗണ്ടിലെ ആ മണലിൽ, ചൊരിമണലിൽ ഞങ്ങൾ സന്യാസിമാരെല്ലാവരും കിടന്നു, ഒരു പാ മാത്രം ഇട്ടുകൊണ്ട്. അപ്പൊ പല ആളുകളും, സംഘാടകരായിട്ടുള്ള ആളുകൾ എല്ലാവരെയും വ്യക്തിപരമായി നമുക്കറിയാം. ഞാൻ തന്നെ ഒരുപാട് പരിപാടികൾക്ക് അവിടെ പോയിട്ടുണ്ട്. അവരെല്ലാവരും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു. പ്രസിഡന്റ് സ്വാമി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന സന്യാസിമാരായിട്ടുള്ള ആളുകൾ, സന്യാസിനിമാരായിട്ടുള്ള ആളുകൾ, ബ്രഹ്മചാരികളായിട്ടുള്ള ആളുകൾ വെറും തറയിൽ കിടന്നു. അപ്പൊ എല്ലാവരും വന്ന് ഞങ്ങളെ നിർബന്ധിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കാൻ പാടില്ല, നിങ്ങൾക്ക് സൗകര്യം തരാം. അപ്പോ ചൈതന്യസ്വാമി, നമ്മുടെ പ്രസിഡന്റ്, പറഞ്ഞത്, ഞങ്ങളുടെ ഗുരു എത്രയോ കാലം ഈ കടപ്പുറത്ത് ഈ മണ്ണ് കൊടിയ തണുപ്പ് വരുന്ന സമയത്ത് മണ്ണിങ്ങനെ വകഞ്ഞു മാറ്റി കുഴിച്ച് തല മാത്രം ഇങ്ങനെ കാണിച്ച്, കണ്ണു മാത്രം കാണിച്ച് മണൽ പുതപ്പാക്കി ജീവിച്ചൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഗുരുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറയും. അപ്പോ ഗുരു അനുഭവിച്ച ആ ത്യാഗത്തെ, ഗുരു കടന്നുപോയ കനൽ വഴികളെ, കരളിനെ ദ്രവിപ്പിച്ച വേദനകളുടെ മുറിവുകളെ നേരിട്ടറിയുവാൻ ശിഷ്യപരമ്പര നടത്തിയ ഒരു യാത്രയാണ് ഇന്ന് ഈ തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിലെത്തിയിരിക്കുന്നത്. ഒരിക്കലും ഇതിനെ ഇങ്ങനൊരു പരിപാടിയാക്കി മാറ്റുവാൻ ഞങ്ങൾ സന്യാസിമാരായിട്ടുള്ള ആളുകൾക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഏതെങ്കിലും നിലയിൽ ഈ കാര്യത്തെ ലോകത്തെ അറിയിക്കുന്നതിലൂടെ ഗുരുവിന്റെ ത്യാഗത്തെ മറ്റുള്ളവർ അറിയും എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ബഹുമാന്യരായ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ എത്തിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ പോവുകയുണ്ടായി. നമ്മുടെ PKS രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കിയത്. എല്ലാ സ്ഥലങ്ങളിലും, കടന്നുപോയ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ അത്ര സ്നേഹത്തോടെ, അത്ര ഹൃദയ സ്പൃക്കോടെ, ഹൃദയംഗമമായി ഞങ്ങളെ സ്വീകരിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കപ്പെടുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സന്യാസിമാരെ അല്ല സ്വീകരിക്കപ്പെടുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിലെ ആളുകൾ മരിക്കുന്ന സമയത്ത്, അത് സന്യാസിമാരാണെങ്കിൽ കൂടി, അവരുടെ കബറുകൾ നമുക്ക് കാണുവാൻ കഴിയില്ല. ഒരു മീസാൻ കല്ല് പോലും അതിന്റെ മുകളിൽ ആരും കുത്തിവെക്കുകയില്ല. ഒരു മൈലാഞ്ചി ചെടി പോലും അതിന്റെ മുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഞങ്ങൾ തീരുമ്പോൾ ഞങ്ങളുടെ ഓർമ്മകൾ പോലും തീരുന്നു. ഞങ്ങൾ ഗുരുവിനെ മാത്രമേ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നുള്ളൂ. ഈ വരുന്ന മെയ് 6-ാം തീയതി നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്ന മാനവികതയുടെ ആ കാരുണ്യരൂപൻ ആദിസങ്കല്പത്തിൽ ലയിച്ചതിന്റെ 25-ാം വാർഷികമാണ്. ആ 25 വാർഷികത്തെ പല പ്രകാരങ്ങളിൽ അതിനെ ആഘോഷിക്കാനായിട്ട് പല ആളുകളും നമ്മളോട് പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചത് ഗുരുവിന്റെ ത്യാഗത്തിലൂടെ നടന്നു പോകുവാനായിട്ടാണ്. സന്യാസിമാരായിട്ടുള്ള ആളുകൾ പലരും ചെരുപ്പില്ലാതെയാണ് നടന്നത്. പൊരിയ വെയിലത്ത് ഇപ്പോ സ്കൂളുകൾ പോലും അടച്ചിരിക്കുന്നു. നമ്മുടെ ഈ അതിതീഷ്ണമായ ഈ ചൂടിൽ കേരളത്തിൽ പലരുമെന്ന് പറയുന്നത് സഞ്ചരിക്കുവാൻ കഴിയാത്ത പാതകളിലൂടെ ഞങ്ങൾ എല്ലാവരും നടന്നു. സന്യാസിനിമാർ, ബ്രഹ്മചാരികൾ, ബ്രഹ്മചാരിണികൾ, സന്യാസിമാരായിട്ടുള്ള ആളുകൾ. ഞങ്ങൾ ശാന്തിഗിരി ആശ്രമത്തിന്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെന്നുള്ള യാതൊരു തരത്തിലുള്ള പ്രോട്ടോകോളുകളും ഞങ്ങളുടെ ഇടയിൽ യാത്രയിലുണ്ടായില്ല. ഞങ്ങളെല്ലാവരും ക്യൂ നിന്ന് ആഹാരം മേടിച്ചു കഴിച്ചു. ഞങ്ങളെല്ലാവരും ബസ്സിൽ, AC ഇല്ലാത്ത ബസ്സിൽ, അതാണ് AC ഇല്ലാത്ത ബസ്സിൽ ഈ കനൽ ചൂടിൽ ഞങ്ങൾ സഞ്ചരിച്ചു, നടന്നു, ചെരുപ്പില്ലാതെ നടന്നു. ചില ആളുകളുടെ കാലുകൾ മുറിഞ്ഞു. ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സന്യാസിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കടുത്ത 101 ഡിഗ്രി പനി. പാലക്കാട് കോളേജിലെ ഒരു അധ്യാപികയാണ്. 101 ഡിഗ്രി ചൂടിൽ അവർ ഈ 4 ദിവസം എന്ന് പറയുന്നത് യാത്ര ചെയ്തു.
നടന്ന് ഓരോ സ്ഥലങ്ങളിലും, ഈ കടപ്പുറത്ത്, അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഈ അവസരത്തിൽ ഗുരുവിൻ്റെ സ്നേഹത്തെ ഈ ലോകത്തെ അറിയിക്കുവാനുള്ള ഈ അവസരത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ കാണും. നമ്മുടെ എല്ലാവരുടെയും ഹൃദയപഥങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ചേതോഹരമാക്കിയ, നമ്മുടെയൊക്കെ മധുര സ്മരണകളിൽ, സ്മൃതിപഥങ്ങളിൽ ഒക്കെ എന്നും കാരുണ്യത്തോടെ, സ്നേഹത്തോടെ പ്രകാശമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ എൻ്റെ ഈ ആത്മസമർപ്പണം നടത്തുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾ, വളരെ തിരക്കുള്ള ആളുകളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ MLA പ്രശാന്തോടുള്ള ആളുകൾ, ഒരുപാട് പൊതുപരിപാടികൾ അവർക്കുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ, എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ ഈ സംഭാഷണത്തിനായിട്ട് നിന്നത് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ചൊന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇതിന്റെ ഞങ്ങൾ നടത്തിയ ഈ യാത്രയുടെ ത്യാഗത്തെക്കുറിച്ചൊന്നും ആരെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആരെയും ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുമില്ല. നമ്മുടെ സന്യാസി സഭ ഗൃഹസ്ഥരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ നമ്മുടെ യാത്രയിൽ പല സ്ഥലങ്ങളിലും ചേർന്നു. ഓരോ സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് അവിടുത്തെ വിശ്വാസികൾ മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചത് ശാന്തിഗിരിയുടെ വിശ്വാസികളല്ല, മറ്റു മതങ്ങളിലെയും അതുപോലെ നമ്മുടെ ഈ മതത്തിലെയും ഒക്കെ ഉള്ള ആളുകൾ എല്ലാവരും ചേർന്ന് ഞങ്ങളെ സ്വീകരിച്ചു. ആദിശങ്കരന്റെ ജന്മസ്ഥലത്ത് ഞങ്ങൾ ചെല്ലുകയുണ്ടായി, അവിടെയും സ്വീകരിച്ച അവിടെയുള്ള ആളുകൾ. ശിവഗിരിയിൽ ചെല്ലുകയുണ്ടായി, ശിവഗിരിയിലെ സന്യാസി വൃന്ദം, ശിവഗിരിയിലെ പ്രസിഡന്റ് സ്വാമി ഉൾപ്പെടെ, ശിവഗിരിയിലെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവരും ചേർന്ന് ഈ സന്യാസി സഭയ്ക്ക് ഗുരുവിന് നൽകിയ സ്നേഹാദരങ്ങളോട് ഏറ്റവും ആദരവോടുകൂടി എന്റെ സ്നേഹം, എന്റെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.